പുതിയ വീഡിയോയിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം. കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആവശ്യക്കാരുള്ളതും എന്നാൽ കുറച്ച് സ്ഥലത്ത് മാത്രം കൃഷി ചെയ്യാവുന്നതുമായ പച്ചക്കറിയാണ് തക്കാളി. ചെടിച്ചട്ടികളിൽ, ചാക്കുകളിൽ, ഗ്രോ ബാഗുകളിലുമെല്ലാം ഇത് നടാവുന്നതാണ്. തക്കാളി വളരെ എളുപ്പത്തിൽ കൃഷി ചെയ്യാവുന്ന ഒരു പച്ചക്കറിയാണെങ്കിലും ചെടിയെ ബാധിക്കുന്ന കീടങ്ങളുടെ ആക്രമണത്തെ ചെറുക്കുന്നതിൽ നിന്ന് കർഷകർ പരാജയപ്പെടുന്നു. വീട്ടാവശ്യത്തിന് നട്ടാലും പലപ്പോഴും ഇതേ അവസ്ഥ തന്നെയാണ്. അതിനാൽ മിക്കവരും വീട്ടാവശ്യത്തിനായാലും വാണിജ്യ ആവശ്യത്തിനായാലും തക്കാളി കൃഷി ചെയ്യുന്നതിൽ താല്പര്യം കാണിക്കാത്തവരാണ്. എന്നാൽ തക്കാളി വിത്ത് തിരഞ്ഞെടുക്കുന്നത് മുതൽ പരിപാലിക്കുന്നത് വരെയുള്ള ചില കാര്യങ്ങൾ ശ്രദ്ധിച്ചാൽ വീട്ടിൽ കൃഷി ചെയ്ത് നല്ല വിളവ് ഇത് നൽകുന്നു. തക്കാളി വീട്ടിൽ കൃഷി ചെയ്യാൻ ശ്രദ്ധിക്കേണ്ട ചില കാര്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം. ഒന്നാമത്തേത് ഗുണനിലവാരമുള്ള വിത്ത് തിരഞ്ഞെടുക്കുക എന്നതാണ്. വിത്ത് പാകി മുളപ്പിച്ച ശേഷം പറിച്ചു നടുന്നതാണ് ഏറ്റവും ഉചിതം. ഗുണനിലവാരമുള്ള വിത്താണ് തക്കാളി കൃഷി വിജയകരമാകാൻ സഹായിക്കുന്നത്. ശക്തി, മുക്തി, അനഘ, വെള്ളായനി, വിജയ് തുടങ്ങിയ ഇനങ്ങൾ ബാക്ടീരിയൽ വാട്ടത്തെ പ്രതിരോധിക്കാൻ കഴിവുള്ളവയാണ്. ഈ ഇനങ്ങൾ ഊഷ്മളവും സൗമ്യവുമായ കാലാവസ്ഥയിൽ നന്നായി വളരുകയും വിളവ് നൽകുകയും ചെയ്യുന്നു. തക്കാളി ഒരു ഉഷ്ണകാല സസ്യമാണ്. ഉഷ്ണമേഖലയിലെ വരണ്ട പ്രദേശങ്ങളിലാണ് ഇവ സമൃദ്ധമായി വളരുന്നത്. തക്കാളി കൃഷി തുടങ്ങാൻ ഏറ്റവും അനുയോജ്യമായ സമയം എന്ന് പറയുന്നത് സെപ്റ്റംബർ മുതൽ ഒക്ടോബർ മാസങ്ങളാണ്. വാട്ടരോഗം ഉണ്ടാക്കുന്ന ബാക്ടീരിയ കൂടുതലായതിനാൽ കിളച്ചൊരുക്കുമ്പോൾ തന്നെ ശ്രദ്ധിക്കുകയാണെങ്കിൽ തക്കാളിയെ വാട്ടരോഗത്തിന്റെ പിടിയിൽപ്പെടാതെ കരകയറ്റാം. ഇനി നമ്മൾ കൃഷിസ്ഥലം തിരഞ്ഞെടുക്കുന്നത് എങ്ങനെയെന്ന് നോക്കാം. വീട്ടുമുറ്റത്തും അടുക്കളത്തോട്ടത്തിലും ടെറസിലുമൊക്കെ തക്കാളി കൃഷി നടത്താം. നല്ല വെയിൽ ലഭിക്കുന്ന സ്ഥലത്തായിരിക്കണമെന്ന് മാത്രം. ദിവസവും കുറഞ്ഞത് 6 മുതൽ 8 മണിക്കൂർ വരെ നേരിട്ട് സൂര്യപ്രകാശം ലഭിക്കുന്ന ഒരു സ്ഥലം തിരഞ്ഞെടുക്കണം. ഫംഗസ് രോഗങ്ങൾക്ക് കാരണമാകുന്ന ഈർപ്പം അടിഞ്ഞുകൂടുന്നത് തടയാൻ കൃഷിസ്ഥലം നന്നായി വായു സഞ്ചാരമുള്ളതാണെന്ന് ഉറപ്പാക്കുക. വിത്തുകൾ പാകി മുളപ്പിക്കുക. വിത്തുകൾ 1 മണിക്കൂർ 2% വീര്യം ഉള്ള സ്യൂഡോമോണാസ് ലായനിയിൽ മുക്കി വെക്കുന്നത് വളരെ നല്ലതാണ്. വിത്ത് പാകാനായി മിശ്രിതം നിറച്ച വിത്ത് ട്രേകളോ അല്ലെങ്കിൽ ചെറിയ പാത്രങ്ങളോ ഉപയോഗിക്കുക. വിത്ത് പാകി കഴിഞ്ഞാൽ തൈകൾ പുറത്തു വരുന്നത് വരെ മണ്ണ് നന്നായി നനച്ചു കൊടുക്കണം. 1 മാസം പ്രായമായ തൈകൾ പറിച്ചു നടാവുന്നതാണ്. നടുന്നതിന് മുൻപ് സ്യൂഡോമോണാസ് ലായനിയിൽ തന്നെ മുക്കി വെക്കുന്നതും നല്ലതാണ്. നേരിട്ട് മണ്ണിൽ നടുമ്പോൾ മണ്ണ് നന്നായി കിളച്ചിളക്കി കല്ലും കട്ടയും കളഞ്ഞ് അടിവളമായി ഉണങ്ങിയ ചാണകം, കമ്പോസ്റ്റ് ഇവ ചേർക്കാം. കുമ്മായം ചേർത്ത് മണ്ണിന്റെ പുളിപ്പ് കുറയ്ക്കുന്നതും വളരെ നല്ലതാണ്. ചാക്ക് അല്ലെങ്കിൽ ഗ്രോ ബാഗ് ആണെങ്കിൽ മണ്ണ് അല്ലെങ്കിൽ ചാണകപ്പൊടി, ചകിരിച്ചോറ് ഇവ തുല്യ അളവിൽ ചേർത്ത് ഇളക്കി നടാം. തക്കാളി തൈകൾ മണ്ണിൽ നടുമ്പോൾ 2 അടി അകലത്തിലാകാൻ പ്രത്യേകം ശ്രദ്ധിക്കണം. നട്ട ഉടനെ തന്നെ പച്ചിലകൾ കൊണ്ട് പുതയിടാം. മണ്ണിലെ സൂക്ഷ്മാണുക്കളെ സംരക്ഷിക്കുന്നതിനും ജൈവാംശം കൂട്ടുന്നതിനും കീടരോഗാണുക്കളെ പ്രതിരോധിക്കുന്നതിനും പുതയിടുന്നത് സഹായിക്കും. ഈർപ്പം നിലനിർത്താനും കളകളുടെ വളർച്ച തടയാനും മണ്ണിന്റെ താപനില നിലനിർത്താനും തക്കാളി ചെടികൾക്ക് ചുറ്റും വൈക്കോൽ അല്ലെങ്കിൽ ഉണങ്ങിയ ഇലകൾ ഉപയോഗിച്ച് പുതയിടാം. ചെടി വളരാൻ തുടങ്ങുമ്പോൾ തന്നെ താങ്ങു വെച്ചു കെട്ടുന്നത് തക്കാളി മറിഞ്ഞു വീഴാതെ കരുത്തോടെ വളരാൻ സഹായകമാണ്. 20 ഗ്രാം സ്യൂഡോമോണാസും 10 ഗ്രാം ശർക്കരയും 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയ ലായനി സ്പ്രേ ചെയ്യാം. 2 ആഴ്ചയിൽ ഒരിക്കൽ 20 ഗ്രാം സ്യൂഡോമോണാസ് 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയ ലായനി തടത്തിൽ ഒഴിക്കുന്നത് വാട്ടരോഗത്തെ പ്രതിരോധിക്കാനും ഉൽപാദനം കൂട്ടാനും സഹായിക്കും. ഇലച്ചുരുൾ രോഗം, വേരുചീയൽ, ഫലം ചീയൽ, പലവിധ കുമിളി രോഗങ്ങൾ, ബാക്ടീരിയൽ വാട്ടം എന്നിവയാണ് തക്കാളിയെ ബാധിക്കുന്ന പ്രധാന രോഗങ്ങൾ. വാട്ടമുള്ള ചെടികൾ വേരോടെ നശിപ്പിക്കുക. രാസവളത്തോട് വളരെ നന്നായി പ്രതികരിക്കുമെങ്കിലും തക്കാളിക്ക് വളം ചെയ്യുമ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കണം. അളവ് കൂടിയാൽ ചെടി കരിഞ്ഞ് ഉണങ്ങിപ്പോകും. മടലു കത്തിച്ച ചാരം തക്കാളിക്ക് കൊടുക്കരുത്. 2 ആഴ്ചയിൽ ഒരിക്കൽ പൊട്ടാഷ് 20 ഗ്രാം തടത്തിലും സൂക്ഷ്മ മൂലക മിശ്രിതം 3 ഗ്രാം 1 ലിറ്റർ വെള്ളത്തിൽ കലക്കിയും സ്പ്രേ ചെയ്യുന്നത് ഉൽപാദനം കൂട്ടും. കായകൾ പാകമായി തുടങ്ങിയാൽ നനയ്ക്കലിന്റെ അളവ് കുറയ്ക്കാം. തക്കാളി ആവശ്യത്തിന് വലിപ്പം വയ്ക്കുകയും വിളയുന്ന നിറം ദൃശ്യമാവുകയും ചെയ്യുമ്പോൾ വിളവെടുപ്പിന് പാകമാകും. വിളവെടുക്കുമ്പോൾ ചെടിക്ക് കേടുപാടുകൾ വരാത്ത രീതിയിൽ തക്കാളി മൃദുവായി വളച്ചൊടിക്കുക. ശരിയായ പരിചരണം, ശ്രദ്ധ, ആവശ്യത്തിന് വെയിൽ ലഭിക്കുന്ന സ്ഥലം എന്നിവയുണ്ടെങ്കിൽ നല്ല രീതിയിൽ തക്കാളി വിളയിക്കാനാകും. തക്കാളിയിൽ ധാരാളം പോഷകങ്ങൾ അടങ്ങിയിട്ടുണ്ട്. ദിവസവും തക്കാളി കഴിക്കുന്നതിന്റെ ഗുണങ്ങൾ എന്തൊക്കെയാണെന്ന് അറിയാമോ? ഭക്ഷണത്തിൽ തക്കാളി ചേർത്ത് കഴിക്കുന്നത്
ചർമ്മാരോഗ്യത്തിന് വളരെ നല്ലതാണ്. ഇതിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ എ തലമുടിയെ സംരക്ഷിക്കുകയും ചെയ്യുന്നു. ദിവസവും തക്കാളി കഴിക്കുന്നതും ശീലമാക്കാം. തക്കാളിയിൽ ധാരാളം വിറ്റാമിൻ കെയും കാൽസ്യവും അടങ്ങിയിട്ടുണ്ട്. ആരോഗ്യമുള്ള എല്ലുകൾ ലഭിക്കാൻ അത്യാവശ്യമാണ് ഈ പോഷകങ്ങൾ. ദിവസവും തക്കാളി കഴിക്കുന്നതിലൂടെ എല്ലുകളുടെ ശക്തി കൂടുന്നു. ഹൃദയത്തിന്റെ ആരോഗ്യം മെച്ചപ്പെടുത്താൻ തക്കാളി കഴിക്കുന്നത് നല്ലതാണ്. തക്കാളിയിൽ അടങ്ങിയിരിക്കുന്ന വിറ്റാമിൻ എ, വിറ്റാമിൻ ബി, പൊട്ടാസ്യം എന്നിവ കൊളസ്ട്രോൾ കുറയ്ക്കാനും രക്തയോട്ടം മെച്ചപ്പെടുത്താനും സഹായിക്കുന്നു. ഹൃദയ സംബന്ധമായ രോഗങ്ങൾ തടയുന്നതിനും തക്കാളി കഴിക്കുന്നത് നല്ലതാണ്. കരളിനെ സംരക്ഷിക്കാനും ദഹനശേഷി വർദ്ധിപ്പിക്കാനും തക്കാളി കഴിക്കുന്നത് നല്ലതാണ്. ഇതിൽ ധാരാളം ഫൈബർ അടങ്ങിയിട്ടുള്ളത് കൊണ്ട് തന്നെ മലബന്ധത്തെ തടയുന്നു. കുടലിന്റെ ആരോഗ്യത്തിനും തക്കാളി നല്ലതാണ്. പ്രതിരോധ ശേഷി കൂട്ടാനും ശരീരത്തിന്റെ ഊർജം നിലനിർത്താനും നല്ല ആരോഗ്യത്തിനും തക്കാളി ദിവസവും കഴിക്കാവുന്നതാണ്. ഇത്തരം കണ്ടന്റുകൾ നിങ്ങൾക്ക് ലഭിക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. എല്ലാ വീഡിയോയും നിങ്ങൾക്ക് ലഭിക്കാൻ ബെൽ ഐക്കൺ കൂടി ക്ലിക്ക് ചെയ്യുക.